മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികര്, സ്നേഹമുള്ള സമർപ്പിതര്, വൈദിക വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സൊക്കെ പഠിക്കുന്നവര്, നമ്മുടെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെല്ലാവരും സംഭാവന ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം കേട്ടോ. പ്രായമുള്ള അപ്പന്മാരെ അമ്മമാരെയും ഒക്കെ പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളാണ് ഇതിൻ്റെ ഒരു കൃപ എന്ന് എനിക്കറിയാം. നമ്മുടെ സഹോദരങ്ങൾ സന്തോഷമായിരിക്കുന്നു. പിന്നെ നമുക്ക് ഒരു സാക്ഷ്യം അങ്ങോട്ട് വായിക്കാം അല്ലേ? ഇന്ന് സാക്ഷ്യം വായിച്ച് ബ്ലസ് ചെയ്ത് ആശീർവദിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അച്ഛന്, ഞാൻ മേഴ്സി, തലയോരപ്പറമ്പിലാണ് എൻ്റെ വീട്. ഞാൻ അച്ഛൻ്റെ ടോക്ക് കഴിഞ്ഞ് സെപ്റ്റംബർ മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. ഞാൻ കുറേ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ BP കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു റാൻഡം ചെക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. അതിന് പ്രകാരം നവംബർ 16 ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനിരിക്കുക. തലേ ദിവസം നവംബർ 15 ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടു. അന്ന് എപ്പിസോഡ് 1488, ഐശ്വര്യകാലത്ത് കേട്ടില്ലെങ്കിൽ എന്നതായിരുന്നു വിഷയം. അതൊരു നല്ല വിഷയമാണ്. അത് വചനമൊക്കെ കേൾക്കേണ്ട സമയത്ത് കേട്ടില്ലെങ്കിൽ എന്നുള്ളത്. അതിൽ ഒരു കുട്ടിയുടെ കിഡ്നിയുടെ വീക്കം സുഖപ്പെട്ടതിനെ കുറിച്ചുള്ള സാക്ഷിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ, നാളെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോകാണല്ലോ, ക്രിയാറ്റിൻ ഒന്ന് ചെക്ക് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് പെട്ടെന്ന് ഒരു ഉത്കണ്ഠയൊക്കെ വന്നു. അപ്പോൾ അത് ദൈവാത്മാ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ 3-4 പ്രാവശ്യം ഞാൻ ആ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിച്ച് നവംബർ 16 ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ക്രിയാറ്റിൻ കൂടുതലായിരുന്നു. അതുകൊണ്ട് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ആകെ പേടിച്ചു പോയി. നവംബർ 22 സ്കാൻ ചെയ്യാനാണ് ഡോക്ടർ ഡേറ്റ് എടുത്തു. നവംബർ 16, 17, 18, 19 തീയതികൾ ഞാൻ 5 പ്രാവശ്യം ഇതേ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ച്, എന്നിട്ട് 22 അടുത്ത് വരികയാണ്. 20 മുതൽ 13 ദിവസം 13 പ്രാവശ്യം ഇതിന് ടോക്ക് കേൾക്കാമെന്നും ക്രിയാറ്റിൻ നോർമലാകുമെന്ന് സാക്ഷ്യപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കാമെന്ന് 22 സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പമില്ലെന്നും ക്രിയാറ്റിൻ ഇങ്ങനെ ഇത്രയും കയറി വന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സ്കാൻ ചെയ്തതിന് ശേഷമുള്ള ദിവസങ്ങളിൽ 3 പ്രാവശ്യം ഈ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജനുവരി 10 വീണ്ടും ടെസ്റ്റുകളെല്ലാം നടത്തി. ക്രിയാറ്റിൻ്റെ ലെവലെല്ലാം നോർമലായി. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അച്ഛന് വേണ്ടി ഞാൻ എന്നും എത്രയും നല്ല മാതാവ് എന്ന പ്രാർത്ഥന ചെല്ലാറുണ്ട്. എനിക്കെപ്പോഴും ഉള്ള എൻ്റെ മകൻ സെമിനാരിയിലാണ്, ഫിലോസഫി പഠിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രൈസ് ദ ലോർഡ്. ഒരു അമ്മച്ചിയുടെ വലിയ കൃപയുള്ള സാക്ഷിയാണ്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതിനകത്ത് എന്താണ് ഒരു അത്ഭുതം എന്നൊരു പക്ഷേ നമ്മുടെ ചിന്ത വരാം. ഒരുപാട് കാര്യം അതിനകത്ത് മനസ്സിലാക്കാനാണ്. ഒന്ന്, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പറയുകയാണ്, നാളെ ടെസ്റ്റ് നടത്താൻ പോകുമ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുമെന്ന് ഈ ചേച്ചിയുടെ ഉള്ളിൽ ആത്മാവ് തോന്നിക്കുകയല്ലേ. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയല്ലേ. അത് നോക്കിയേ, ശരിക്കും കൂടുകയും ചെയ്തു. അതിനുശേഷം പ്രാർത്ഥിച്ച് നോക്കുക, കാരണമില്ലാതെ കയറിയതാണ്, പക്ഷേ പിന്നെ നോർമലാവുകയും ചെയ്തു. ഈശോയുടെ വലിയൊരു പ്രവർത്തനമല്ലേ. അതുകൊണ്ട് എൻ്റെ പറയുക, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ആത്മാവ് നമ്മളോട് പല കാര്യങ്ങളും സംഭവം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഈ ടോക്ക് കേൾക്കുന്ന മാത്രമല്ല, വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഡെഫിനറ്റാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മളോട്. അങ്ങനെ പല സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടുള്ളൂ. അതാണ് ഞാൻ അത്ര ഉറപ്പിച്ച് അങ്ങോട്ട് പറയുന്നത്. ഹല്ലേലൂയ. എപ്പിസോഡൊക്കെ ഒന്ന് കേട്ടോ ഐശ്വര്യകാലത്തിൻ്റെയൊക്കെ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട്. പിന്നെ എന്തൊരു കാര്യം പറയാനുണ്ടല്ലോ, നമുക്ക് നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ ശുശ്രൂഷകൾ, പിന്നെ നമ്മുടെ കുറവിലങ്ങാട് PDS യുവജനങ്ങളെ, അതൊക്കെയാണ് പ്രധാന അറിയിപ്പോൾ. ബാക്കിയുള്ളത് പിന്നെ പറയാം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഈ ഉത്കണ്ഠ വളരെ നല്ലതാണ് എന്നുള്ളതാണ്. എല്ലാം ഉത്കണ്ഠ നല്ലതല്ല. അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ 2 Corinthians 11:28 2 Corinthians chapter 11 അവിടെ 28 അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് ലീഗ തൻ്റെ ജീവിതത്തിലെ കണ്ണുനീർ, യാത്രകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, പീഡകൾ, എതിർപ്പുകൾ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ഇട്ട് അവിടെ നിന്ന് പറഞ്ഞത്. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കരഞ്ഞു പോകും. ആ ഭാഗം വായിച്ച് നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. എന്നിട്ട് പൗലോസ് ലീഗ പറയാം, ഇവയ്ക്കെല്ലാം പുറമെ, ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബത്തിൻ്റെ കടബാധ്യത, മക്കളുടെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഒരുപാട് കഷ്ടങ്ങൾ, അവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ, സഭയെക്കുറിച്ചുള്ള വേദന, ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള പൗലോസ്ലീഹായുടെ ശുശ്രൂഷകൾ വഴി ഈശോ രക്ഷപ്രാചില്ല, ഈശോ പൗലോസ്ലീഹാരോടെ നേടിയെടുത്ത അവരെക്കുറിച്ചുള്ള ഉത്കണ്ഠ അനുദിനം എല്ലാ ദിവസവും എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഉത്കണ്ഠ നമുക്ക് വളരെ നല്ലതാണ്. ഈ മത്തായിയുടെ സുവിശേഷത്തെ പറഞ്ഞിരിക്കുന്ന 6-ാമത്തെ അധ്യായം 6-7 അധ്യായങ്ങളുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഉത്കണ്ഠ ചീത്തയാണ്. അത് ചീത്ത 2 ടൈപ്പാണ്. അത് നമ്മുടെ ബഹുകാര്യ വ്യഗ്രത, എൻ്റെ ജീവിതം അങ്ങനെയോ അതേ വേണ്ട. ആ ഉഗ്രത, ആ ഒരു ഉത്കണ്ഠ വേണം. പക്ഷേ ഈ ഉത്കണ്ഠ നമുക്ക് വേണം.
നീ യേശുവിനെ അറിഞ്ഞ ആളാണോ, യേശുവിനെ അവിടെ ജീവിക്കുന്ന ആളാണ്, ഈ ഉത്കണ്ഠ ഉണ്ടാകണം. സങ്കീർത്തനം എന്താ പറയുന്നത് അറിയാവോ? ഞാൻ സഭയെ മറക്കുന്നെങ്കിൽ, ഞാൻ ജെറുസലേമിനെ മറക്കുന്നെങ്കിൽ എൻ്റെ വലതു കൈ, ഞാൻ സഭയെ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ വലതു കൈ എന്നെ അറിയാതിരിക്കട്ടെ എന്നൊക്കെയാണ് അതിന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തൊരു ഷാർപ്പ് വചനമാണ് അത്. എല്ലാ ദിവസവും നമുക്ക് സഭയെക്കുറിച്ച് ആത്മാക്കൾ ഒരു വേദന വരണം. ഒരു നന്മറിഞ്ഞോറ് നിങ്ങൾ ചെല്ലി അല്ലെ പാപികളുടെ മാനസാന്തരത്തിന്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ പ്രതിസന്ധികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഉത്കണ്ഠയില്ലെങ്കിൽ പ്രാർത്ഥിച്ചോ. ഒരാശീർവാദം ഉത്കണ്ഠ ഇപ്പോൾ വരും. അങ്ങനെ ദൈവം തരും. ഇല്ലെങ്കിൽ ദൈവം തന്നെ ചോദിക്കുന്നത് കേട്ടോ. ഈശാനിക്കരകൾ നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവം, ഞങ്ങൾ വലിയൊരു കുടുംബ കൂട്ടായ്മയെ ഒരുമിച്ച് അങ്ങ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവം, സകല സഭകളെയും കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് തരണമേ. അറിയാതെ ഈ വേദനയിൽ നിന്നൊരു പ്രാർത്ഥന ഉയരാൻ ഇടവരട്ടെ. എല്ലാ ദിവസവും ഉയരട്ടെ. അടുത്ത് പാപികളുടെ മാനസാന്തരത്തിന്, ആത്മാക്കളുടെ രക്ഷയ്ക്ക്, ലോക സുവിശേഷവൽക്കരണത്തിന്, ഈശോ രണ്ടാമത്തെ ആഗമനത്തിൽ ഒരു ഇടയനും ഒരു തൊഴിച്ചുമാകാനൊക്കെയുള്ള വലിയ കൃപയുടെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് തരണമേ. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഈ അമ്മച്ചിയെ പറഞ്ഞ സാക്ഷ്യത്തിൽ എന്നതുപോലെ കർത്താവ്, ഈ നാളുകളിൽ ഹോസ്പിറ്റൽ സ്കാനിങ്ങിന് പോകാനിരിക്കുന്നവർ, ഓപ്പറേഷൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പലതരം ടെസ്റ്റുകൾക്ക് പോകാനിരിക്കുന്നവർ, അവരെല്ലാം പ്രത്യേകം അനുഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ കിഡ്നി കർത്താവ് ക്രിയാറ്റിൻ്റെ ലെവലൊക്കെ കൂടി നിൽക്കുന്നവർ, അതുപോലെ തന്നെ കിഡ്നി രോഗികൾ, കർത്താവെ ഏതെങ്കിലുമൊക്കെ പ്രത്യേക രോഗപീഠകളാൽ ക്ലേശിക്കുന്നവർ, ദൈവമേ ബയോപ്സിക്ക് അയച്ച റിസൾട്ട് കാത്തിരിക്കുന്നവർ ഓരോരുത്തരും പ്രത്യേകം അനുഗ്രഹിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ലൂക്ക 6:19 അവനെ ശക്തി പുറപ്പെട്ട അനേകരെ സുഖപ്പെടുത്തി എന്ന വചനം വെച്ചപ്പോൾ ആശീർവദിക്കുന്ന കർത്താവേ, ഓ ദൈവമേ, ഓ ലൂക്ക 9:1-2 12 പേരെ അടുത്ത വെച്ച് സകല പിശാചുകളവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതുള്ള രോഗികളെ സുഖപ്പെടുത്താൻ വചനം വെച്ച് ആശീർവദിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:30 വെച്ച് ആശീർവദിക്കുന്നു. യേശുവാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത്. ഓ കർത്താവ്, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.